ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കേക്ക് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കേക്കാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പുഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, കേക്കായിട്ടാണ്. പക്ഷെ എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. ഒരു 100 രൂപ താഴെ ബഡ്ജറ്റ് ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. അപ്പോൾ പോകാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ്, 10ൻ്റെ പാൽപ്പൊടി, 10 രൂപയുടെ ഡയറി മിൽക്കും 2 മുട്ടയും. പിന്നെ ഇതിനകത്ത് ഞാനാണെങ്കിൽ കുറച്ച് ഈസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയേ പറയാം. ഫസ്റ്റ് നമ്മൾ ബിസ്ക്കറ്റും ക്രീമും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ വേറെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ഓറിയോയുടെ 2-3 പാക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ വെച്ച് സെറ്റാക്കിയതുകൊണ്ടാണ് വൈറ്റും ഡാർക്കും ക്രീം ഇരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുത്തു. മുട്ട നന്നായിട്ട് ബീറ്റൊക്കെ ചെയ്തെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് വിസ്ക് വെച്ച്. പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അവിടെ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യാം. ബിസ്ക്കറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം അതിനകത്തേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈസ്റ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് മുട്ടയുടെ വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പാൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു രുചി കിട്ടും. അപ്പം നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. ക്രീം അപ്പോഴത്തേക്കും ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം കേക്കായി മാറുകയാണെങ്കിൽ അതിനകത്തേക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ക്രീം നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റിൻ്റെ ക്രീമും പിന്നെ ഡയറി മിൽക്കും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഈ ഒരു പാത്രത്തിൽ കറക്റ്റായിട്ട് ഞാൻ ബാറ്റർ ഉണ്ടാക്കിയതൊന്നുമല്ല, കറക്റ്റായിട്ട് അവസാനം വന്നതാണ് കേട്ടോ. എന്തായാലും ഈ പാത്രം നിറച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഇത് മൊത്തം ഒഴിക്കാം. പിന്നെ ബട്ടർ പേപ്പർ മേടിച്ചല്ല, ഞാൻ A4 പേപ്പർ വെച്ച് ബട്ടർ പേപ്പർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് വെള്ളം ഒഴിച്ച്. അന്നേരം ചൂടായി വന്നപ്പം സെറ്റ് ചെയ്തു. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അരമണിക്കൂർ ഞാൻ വെച്ച് വേവിച്ചെടുത്തു. നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് ഇത്രയും അടിപൊളിയായിട്ടൊന്ന് നിങ്ങളൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം. അപ്പോൾ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബും ചെയ്യണം. ഈ വീഡിയോയ്ക്ക് ലൈക്കും തരണേ. നല്ല അടിപൊളി കേക്ക്, നിങ്ങൾ തന്നെ നോക്കി. നല്ല അടിപൊളി നല്ല സോഫ്റ്റ് കേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.